കിഷോർ പറഞ്ഞതെല്ലാം കേട്ട് വിഷമിച്ച് കരയുന്ന നമ്മുടെ അവർണികനെ എല്ലാവരും സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. കിച്ചുവിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്, കിച്ചു എല്ലാം തകർത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയാണ് അമ്മേനെ അവർണിക. അവർണികയുടെ സങ്കടം കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുവാണ് കേട്ടോ കിഷോറിൻ്റെ അമ്മയും പെങ്ങളും. അങ്ങനെ അവർണിക വിഷമിച്ച് റൂമിലേക്ക് കയറുമ്പോൾ കാണുന്നത് കിഷോറിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നതാണ് കേട്ടോ. കിഷോർ ആണെങ്കിൽ വാഷ്റൂമിലാണ്. പെട്ടെന്ന് അവർണിക ഫോൺ എടുക്കുവാണ്. അങ്ങനെ ഫോൺ അവർണിക്ക് ഇങ്ങനെ കയ്യിലെടുക്കുന്നത് ഇങ്ങനെ തന്ത്രപൂർവ്വം ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കിഷോർ. കോള് വിളിക്കുന്നതാണെങ്കിൽ നമ്മുടെ സാവിത്രിയാണ് കേട്ടോ. ഭദ്രം പറഞ്ഞിട്ടാണ് സാവിത്രി വിളിക്കുന്നത്. കോള് ചിലപ്പോൾ എടുക്കാൻ വഴിയില്ല. സ്ത്രീ ശബ്ദമാണെങ്കിൽ നീ ഇതിൽ നോക്കിയിട്ട് വായിച്ചിട്ട് ഇതങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്ന പ്രിൻ്റ് ഔട്ട് എടുത്ത് കാണിക്കുവാണ് കേട്ടോ നമ്മുടെ സാവിത്രിനെ. എന്ത് തന്നെയാണെങ്കിലും ഭർത്താവിന് സംശയം തോന്നണം. അങ്ങനെ അവർണിക കോൾ എടുക്കുമ്പോൾ സാവിത്രി എന്താ പറയേണ്ടതെന്ന് ചോദിക്കാണ് കേട്ടോ. അങ്ങനെ പേപ്പറിൽ നോക്കിയിട്ട് ശബ്ദം മാറ്റി സംസാരിക്കാണ് കേട്ടോ സാവിത്രി. എന്നിട്ട് ഭയങ്കര ശൃംഗാരത്തോട് ചോദിക്കുമ്പോൾ എന്താ എടുക്കാനൊരു താമസം, എന്താ മിണ്ടാത്തെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അവർണിക. അവൾ അടുത്തുണ്ടോ നിന്റെ ഭാര്യ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ കിഷോർ വാഷ്റൂമിൽ. കിഷോർ ഇങ്ങനെ തൻ്റെ പ്ലാൻ സക്സസ് ആയെന്നുള്ള രീതിയിൽ ഇങ്ങനെ സന്തോഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ സാവിത്രി ഇങ്ങനെ എഴുതി വെച്ചത് ഇങ്ങനെ വായിക്കുകയാണ്. ഓ നിൻ്റെ അടുത്തുണ്ടല്ലേ അവള്, അതോ എന്നോട് സംസാരിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓ എന്നോടുള്ള പിണക്കം മാറിയിട്ടില്ലല്ലേ, എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ നീ നിർത്താതെ സംസാരിക്കാറുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ വായിക്കുവാണ് കേട്ടോ. എല്ലാം കേട്ട് ഇങ്ങനെ ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ നിൽക്കുവാണ് കേട്ടോ അവർണിക. അപ്പോൾ പറയാണ് എങ്കിൽ ഞാൻ രാത്രി വിളിക്കാം ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ സാവിത്രി. ഇതെല്ലാം കേട്ട് ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ ഫോൺ വലിച്ചെറിയാണ് അവർണിക. ഏതവളായിരിക്കും കിച്ചനോട് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അവൾക്കൂടെ ഒരു ഉമ്മ. വാഷ്റൂം ചവിട്ടി പൊളിച്ച് അവനെ അതിൻ്റെ ഉള്ളിലിട്ട് ചവിട്ടിയാലോന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ് കേട്ടോ അവർണിക. അത് വേണ്ട, ഏതവളുമായിട്ട് കിച്ചുവിന് കണക്ഷൻ എന്ന് ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് മതി അവനുള്ള ശിക്ഷ തീരുമാനിക്കുന്നത്. അങ്ങനെ വീണ്ടും ഫോൺ എടുത്തിട്ട് കോള് വന്ന നമ്പർ കോപ്പി ചെയ്ത് തൻ്റെ ഫോണിലേക്ക് എടുക്കുവാണ് കേട്ടോ അവർണിക. ഇതിനിടയ്ക്ക് സാവിത്രി ഭദ്രനോട് ചോദിക്കുന്നുണ്ട്, സത്യം പറ ഭദ്രേട്ട, ഞാനിപ്പോൾ വിളിച്ച് കളിക്കതേ ആരുടെ കുടുംബ, അത് നീ എന്തിനെ പറയുന്നത്? ഞാൻ നിന്നെ ഒരു ജോലി ഏൽപ്പിച്ചു, നീ അത് ഭംഗിയായിട്ട് നടന്നു, ഒരു റേഡിയോ നാടകത്തിന് ശബ്ദം കൊടുത്തു എന്ന് കൂട്ടിയാൽ മതി. നാടകമായിരുന്നു ഇത്? ആനേ ഒരു ജീവിത നാടകം എന്നൊക്കെ പറയാൻ കേട്ടോ ഭദ്രൻ. അടുത്ത സീനിൽ കാണിക്കുന്നത് ഗീതു അജാസിനോടൊപ്പം കാറിലിരുന്ന് സഞ്ചരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അജാസ് ഗീതുവിനോട് പറയാണ്, മേഡത്തിന് വരുൺ സാറിനെ കുറിച്ചുള്ള രഹസ്യം കൂടെ ചോർത്തി തന്നത് കിഷോറും അവർണിക്കയാണെന്ന് രാധിക മേഡം അറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രതികാര നടപടി എന്തെങ്കിലും ഉണ്ടാകും. മേഡം കട്ടയ്ക്ക് കൂടെ നിന്നില്ലെങ്കിൽ അവർക്ക് പണി കിട്ടും. അപ്പൊ ഗീതുവിന് പറയണം, അഭയം തേടുന്നവരെ ഞാനേ എന്നും സംരക്ഷിക്കും. എൻ്റെ ആളെയും വില്യന്മാരുടെ കുറച്ച് രഹസ്യങ്ങളൊക്കെ പറഞ്ഞു തരാണെങ്കിൽ ഞാൻ ജീവൻ തന്ന് സംരക്ഷിക്കുന്നതാണ്. അപ്പം അജാസ് പറയണം, മേഡത്തിൻ്റെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ, എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സംസാരിക്കുക അല്ലേ? അജാസിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പോൾ അജാസ് ഇങ്ങനെ പറയാണ്, എനിക്ക് ആരുമില്ല, ഏതോ ഒരു ഭിക്ഷക്കാരിക്ക് രാത്രിയുടെ മറവിൽ ഏതൊരു തെണ്ടി കൊടുത്ത സമ്മാനമാണ് ഞാൻ, അങ്ങനെ ഞാൻ കേട്ടിരിക്കുന്നത്. എത്തിങ്കാനയിലാണ് വളർന്നതൊക്കെ. അജാസ് അപ്പോൾ നാട്ടിൽ പോയിരിക്കുകയാണെന്നും ഉമ്മയെ കണ്ടിട്ട് വരുള്ളൂ എന്നൊക്കെ കണ്ടിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. എത്തിങ്കാനയിലാണ് എൻ്റെ ഉമ്മയും ബാപ്പയും ബന്ധുക്കളും എല്ലാം. എനിക്ക് ബന്ധുക്കളുണ്ടെന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഉമ്മയെ കണ്ടു ബാപ്പ കണ്ടു എന്നൊക്കെ മറ്റുള്ളവരോട് പറയുന്നതൊക്കെ ഞാനിങ്ങനെ സങ്കല്പിക്കുക അവരുടെ ചിത്രങ്ങളൊക്കെ, എന്നിട്ട് പറയുന്നതാ. അതൊക്കെ ഒരു രസമല്ലേ? പണ്ട് മുതലേ ആരെയും സ്നേഹിക്കുന്നതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ ജോലിക്ക് നിർത്തുന്നവരെയൊക്കെ ഞാൻ തിരിച്ച് വല്ലാതെ അങ്ങ് സ്നേഹിച്ചു പോകും. അതുകൊണ്ടാട്ടോ മേഡത്തിൻ്റെ പല ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തരാത്തത്. ഒരിക്കൽ സ്വന്തക്കാരായിട്ട് കണ്ടാൽ പിന്നെ എങ്ങനെ ഞാൻ അവരെ ഒറ്റ കൊടുക്കാനാ? അത് ശരിയല്ലല്ലോ. എത്രയൊക്കെ മോശക്കാരനാണെങ്കിലും മേഡത്തിൻ്റെ അച്ഛനെ മേഡം സംരക്ഷിക്കുന്നില്ലേ? അപ്പോൾ ഗീത പറയാണ്, ഞാൻ ഇനി ആരുടെയും ഭൂതകാലം ചോദിക്കില്ല. ഇങ്ങനെ ഒരു ഫീലിങ്ങിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. അല്ലെങ്കിലും നമുക്കുള്ളതൊക്കെ മറ്റുള്ളവർക്കുണ്ടെന്നേ നമ്മൾ കരുതൂ. നമുക്ക് പ്രാധാന്യമില്ലാത്ത ഒന്ന് മറ്റുള്ളവർക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് അറിയണമെങ്കിൽ തുറന്ന് തന്നെ സംസാരിക്കണം. അപ്പോൾ അജാസ് പറയാണ്, ഞാൻ അങ്ങനെ ആരോട് ഇതൊന്നും സംസാരിക്കാറില്ല. പക്ഷെ മുമ്പ് പലരെയും ഞാനിങ്ങനെ സ്വന്തക്കാരായിട്ട് കരുതിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ തിരിച്ച് എന്നെ കാണുന്നത്. തമാശക്കാണെങ്കിലും പെങ്ങളാണെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ലേ? ഈ ഇക്കാന്നൊക്കെ ആരെങ്കിലും വിളിക്കുന്നത് കേൾക്കാനൊക്കെ എന്തോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ കണ്ണ് നിറയുന്നേ? ഇനി ഈ പെങ്ങളും വളിയനും കൂടെ ഉണ്ടെന്ന് അങ്ങോട്ട് വിശ്വസിച്ചോ? അതൊന്നല്ല, കണ്ണിൽ എന്തോ പൊടി വീണതായിരിക്കും, അതുകൊണ്ട് എൻ്റെ കണ്ണിങ്ങനെ നിറയുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ.
ഗീതു ഇതെല്ലാം കേട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. പെട്ടെന്ന് പറയാണ്, അയ്യോ കാറ് ഓഫീസിലേക്കല്ലല്ലോ പോകുന്നേ. ഓഫീസിലേക്ക് മുമ്പ് ചെമ്പത് ശരി, അതല്ലേ പെങ്ങളുടെ പതിവ്. ഓ ഇന്ന് പോണെന്ന് ഞാൻ വിചാരിച്ചതല്ല, എന്നാലും നേരാങ്ങളെ കാറ് തിരിച്ച സ്ഥിതിക്ക് അങ്ങോട്ട് തന്നെ പോട്ടെ. അങ്ങനെ രണ്ടുപേരും ചിരിക്കുവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് വിജയലക്ഷ്മിനെ കാണാൻ എത്തുന്ന രഞ്ജുവിനെയാണ് കേട്ടോ. രഞ്ജുവിനെ കണ്ട സന്തോഷത്തിൽ അകത്തേക്ക് വാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതിൽ രഞ്ജു ദേഷ്യത്തോടെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് കയറാണ്. രഞ്ജുവിനോട് പറയണം, മോളെ അമ്മേനെ കാണാൻ നീ വരുന്നു എനിക്ക് അറിയായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങളുടെ സ്നേഹപ്രകടനം കാണാനൊന്നല്ല. അതിനൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് പുതിയ ആളുണ്ടല്ലോ ഗീതു, സ്വന്തം മകന്റെ ഭാര്യ. ഞാനേ ഇപ്പൊ അറക്കൽ വീട് കുടുംബത്തിലെ ഒരു ഭാഗമാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് വന്നതാ ഞാൻ. നിങ്ങളുടെ ഒരു സൽക്കാരവും എനിക്കിനി വേണ്ട. ഈ കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ ഇനി വാങ്ങി കുടിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. നിങ്ങൾ എനിക്ക് പകരക്കാരിയായിട്ടേ സ്നേഹിച്ച് വളർത്തുന്ന അറക്കല്ല മരുമകളില്ലേ ഗീതാഞ്ജലി, ഇന്നലെ ഞാൻ അവളെ ശരിക്കും വട്ടം ചുറ്റിച്ചു. ഇനിയുള്ള ഓരോ ദിവസവും ഞാൻ അവളെ മാനസികമായിട്ട് തകർക്കും. ഉറക്കം നഷ്ടപ്പെട്ട് അവൾ നെഞ്ചു പൊട്ടി കരയും. ഗോവിന്ദേട്ടനും അവളും തമ്മിൽ ഒരു കോൺട്രാക്ട് മാരേജ്മെന്റ് ബന്ധം മാത്രമേ ഉള്ളൂന്നേ ഞാൻ ആക്ഷേപിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവളുടെ തകർച്ച പൂർണ്ണമായി. അപ്പോൾ വിജയലക്ഷ്മി ചോദിക്കുകയാണ്, നീ എന്തിനാ ശിവ ഇങ്ങനെ ഒരു ശത്രുവിനെ പോലെ അവളോട് പെരുമാറുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരും എൻ്റെ ശത്രുക്കളാണ്. നിങ്ങൾ ആരൊക്കെ വെറുക്കുന്നുവോ അവരൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരും. എൻ്റെ സ്വന്തം മേട്ടലിൽ നിന്നും ഇത്രയും വർഷം എന്നെ അകറ്റി നിർത്തിയത് നിങ്ങളല്ലേ? ഗീതിനെ വേദനിപ്പിക്കുന്നതാണോ അതിനുള്ള പ്രതികാരം എന്ന് ചോദിക്കാൻ കേട്ടോ വിജയലക്ഷ്മി. നിങ്ങളുടെ ദത്തുപുത്രിയല്ലേ, അവളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങളും വേദനിക്കും. അവളിലുണ്ടാകുന്ന ഓരോ മുറിവും നിങ്ങളെ ആഴത്തെ മുറിവേൽപ്പിച്ചിട്ട് ചോര ഒഴുകും. നോക്ക്, എൻ്റെ മരണമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിലേ നീ എന്നെ അങ്ങ് കൊല്ല്. അല്ലെങ്കിൽ നീ പറ, ഞാനിനി ജീവിച്ചിരിക്കണ്ടെന്ന് പറയേ. അങ്ങനെയാണെങ്കിൽ നിന്റെ കണ്ണു മുമ്പിൽ തന്നെ ഞാൻ സ്വയം മരിച്ചേക്കാം. അപ്പൊ രഞ്ജു പറയാണ്, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് എൻ്റെയും ധ്യാനിൻ്റെയും വിവാഹം മുടക്കി അവനെ നാട് കടത്തിയപ്പോൾ നിങ്ങൾ എന്നെ കൊന്നതാ. അവൻ ചലിക്കില്ലെന്നറിയാം, പക്ഷേ നിങ്ങളോടുള്ള പക കൊണ്ട് മാത്രം ഡെഡ് ബോഡിയായ ഞാൻ നടക്കുന്നത്. നിങ്ങളും ഇതുപോലെ ചാവാതെ ചാവണം. നിങ്ങൾ സ്നേഹിക്കുന്നവരൊക്കെ നിങ്ങളെ വെറുത്ത് വിട്ടിട്ട് പോകണം. അതിൻ്റെ ആദ്യത്തെ ഏരിയ ഗീതു. വേണ്ട, ഗീതുവിനെ നീ വെറുതെ വിട്ടേക്കെന്ന് പറയാൻ കേട്ടോ വിജയലക്ഷ്മി. അതിന് പകരമായിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയിക്കോളാം. നിങ്ങൾ ഇവിടെ തന്നെ വേണം. എനിക്ക് കിട്ടേണ്ട സ്നേഹവും പരിഗണനയൊക്കെ കൊടുത്തിട്ടേ മകളായിട്ട് ചേർത്ത് പിരിക്കുന്ന ഗീതു ഇല്ലേ, അവരുടെ ദുരവസ്ഥ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അറക്കലേ ആട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗോവിന്ദേട്ടനും ഗീതും ഒരുമിച്ച് ജീവിക്കാനേ ഞാൻ എന്തായാലും അനുവദിക്കില്ല. അല്ലെങ്കിൽ അവൾ നിങ്ങളെ പറയണം, വെറുക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ കാറിൻ്റെ ഓൾറെഡി കേട്ട് തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ വിജയലക്ഷ്മി. അപ്പോൾ കാണുന്നത് ഗീതുവിനെയാണ്. പെട്ടെന്ന് ഞെട്ടുവാണ്. അങ്ങനെ രഞ്ജിനോട് പറയണം, മോളെ ഗീതു വരുന്നുണ്ട്, നീ ഒന്ന് മാറി നിൽക്ക്. അവൾ വന്നപ്പോൾ എനിക്കെന്താ, നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അവളെ ഞാൻ വെല്ലുവിളിക്കും. നിന്റെ കാല് പിടിക്കാം പ്ലീസ് എന്നൊക്കെ പറയാൻ കേട്ടോ വിജയലക്ഷ്മി. അവൾ നിന്നെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അപകടം. അവൾ വരട്ടെ, എന്നെ കാണട്ടെ, അങ്ങനെ എല്ലാം അറിയട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ രഞ്ജു. ഗീതു അങ്ങനെയൊക്കെ അറിയുന്നറിയാം അജാസിനോട്, ഇക്ക ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അജാസ് ഞെട്ടി, എന്തിപ്പം എന്നെ വിളിച്ചേ? നിങ്ങളെന്തിനെ എന്നെ കണ്ണു വെച്ചെന്നെ നോക്കുന്നേ? അല്ല, ആ വിളി ഒന്നുകൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ. നിങ്ങൾ എന്നെ കളിക്കാതെ വണ്ടി തിരിച്ചിട്ട് അജാസ് ഇക്കാന്ന് പറയാൻ കേട്ടോ. ഇതൊക്കെ കേട്ട അജാസ് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുവാണ്. അങ്ങനെ ഗീതു വീട്ടിലേക്ക് കയറാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച പെട്ടെന്ന് വിജയലക്ഷ്മി വാതിലടിച്ച് പുറത്തേക്ക് പോകുന്നത് പോലെ ഇറങ്ങുന്നതാണ് കേട്ടോ. അമ്മ എങ്ങോട്ടേക്ക് പോകുന്നേ? ഓ നീ പോന്നു, ഞാൻ ദേ ഇപ്പോൾ വന്നേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. അയ്യോ സത്യം പറയാലോ, ഞാൻ നിന്നെ കണ്ടേ ഇല്ല. അമ്മയുടെ കണ്ണടേ മാറ്റാനുള്ള സമയമായിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ ഗീതു. എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോവാൻ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് പറയാണ്. ഈ സമയത്തോ? ഈ സമയത്തിന് എന്താ കുഴപ്പം? അപ്പം അമ്മയുടെ വിശ്വാസങ്ങളൊക്കെ മാറിയോ? സാധാരണ അമ്മ രാഹുകാലം കഴിയാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ലല്ലോ. ഇപ്പം രാഹുകാല അരമണിക്കൂർ കൂടി കഴിയണം രാഹു കഴിയാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ചിലപ്പോൾ നിനക്ക് തെറ്റിയതായിരിക്കും. അപ്പോൾ ഗീത പറയാണ്, എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. അമ്മയുടെ കൂടി ഞാനും ഭയങ്കര വിശ്വാസിയായി. ഇതെല്ലാം നോക്കിയിട്ട് ഞാനും ഇറങ്ങുന്നത്. അമ്മ എന്തായാലും അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഈ പോക്ക് വെറുതെ ആയി പോകുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിജയലക്ഷ്മി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം, ദേവി ഇവളകത്തേക്കെങ്ങാനും കയറി ശിവയെ കാണും, അതോടെ എല്ലാം തകരും. അങ്ങനെ ഗീതു വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പെട്ടെന്ന് വിജയലക്ഷ്മി ഗീതുവിനെ കൈ പിടിച്ചിട്ട്, നിൽക്ക് നീ എന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത്? എൻ്റെ വരവൊക്കെ ഇങ്ങനെയല്ലേ, അതോ ഇവിടുത്തെ സിസ്റ്റം മാറിയോ? എനിക്ക് അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് മുൻകൂർ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണോ? അതല്ല, അകത്തെ ഭയങ്കര ചൂടാ, ഇവിടെ കാറ്റുണ്ട്, നമുക്ക് കുറച്ച് നേരം വെളിയിലിരിക്കാം. ഇപ്പോഴേക്കും നീ പറഞ്ഞ രാഹുകാലം കഴിയും. ആര് പറഞ്ഞു അകത്ത് ചൂടാണെന്ന്? പഴമയുടെ ഒരു തണുപ്പുണ്ടല്ലോ ഈ വീട്ടിൽ എപ്പോഴും ഉണ്ട്, അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വരുന്നതെന്ന് പറയാൻ കേട്ടോ ഗീതു. അമ്മ ഇങ്ങോട്ട് കയറി വാ, ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ട് ഞാനങ്ങ് പോയേക്കാം. അങ്ങനെ വാതിൽ തുറന്ന് ഗീതു ഇങ്ങനെ അകത്തേക്ക് കയറാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി. രഞ്ജു പക്ഷേ ഗീതുവിനെ കാണാതെ മറിഞ്ഞു നിൽക്കണം കേട്ടോ.
അങ്ങനെ ഗീതുവിനോട് പോകാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗീതു പറയാണ് അതല്ല മേ, ഞാനും കണ്ണേട്ടനും തമ്മിലുള്ളത് ഒരു കോൺട്രാക്ട് റിലേഷൻ അല്ലേ, അതിന് വിവാഹമൊന്നൊന്നും വിളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് രഞ്ജു നിലയിനും തളർത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി. ഇതൊക്കെ രഞ്ജു കേൾക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുവാണ് കേട്ടോ നമ്മുടെ വിജയലക്ഷ്മി. അപ്പോൾ രഞ്ജു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ട, ഇപ്പോൾ ഞാൻ ആരാണെന്ന് അവൾ അറിയാതിരിക്കുന്നത് നല്ലത്, അവൾക്ക് കൊടുക്കാവുന്ന പരമാവധി പണി കൊടുത്തിട്ട് സത്യം അറിയിച്ചാൽ മതി. അപ്പോൾ ഗീത പറയാണ് ഇത് കണ്ണേട്ടൻ തന്നെ അവളോട് പറഞ്ഞതായിരിക്കും, അല്ലാതെ ഇപ്പോൾ ആര് പറയാനാ, അതിന് പേരിൽ ഞാൻ കണ്ണേട്ടനോട് ദേഷ്യപ്പെടുകയും ചെയ്തു. പ്രിയയും വിനോദം തമ്മിലുള്ള വിവാഹം നടക്കാൻ വേണ്ടിയാ ഞാൻ അന്ന് അങ്ങനെ ഒരു കോൺട്രാക്ട് മാരേജിന് സമ്മതിച്ചത്. അത് പ്രിയക്കറിയില്ല, ഞാനത് പ്രിയയോട് പറയുമെന്ന് പറഞ്ഞതോടെ കണ്ണേട്ടൻ അടങ്ങി. എൻ്റെ മുന്നിൽ പുലിയായി നിന്ന ആള് പൂച്ചയായി. ഇതൊക്കെ രഞ്ജു മറിഞ്ഞു നിന്ന് കേൾക്കുവാണ് കേട്ടോ. പെട്ടെന്ന് അത് മനസ്സിലാക്കിയിട്ട് വിജയലക്ഷ്മി ഇങ്ങനെ പറയണേ, നീ എന്താ പറഞ്ഞ പൂച്ച? അതെ, രാവിലെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ തന്നെ ഉണ്ടാക്കിയ കുടിക്കലേ കണ്ണേട്ടൻ ചുറ്റി അടിച്ചിട്ട് എൻ്റെ നേരെ തന്നെ വന്ന് വീണു.